എടാ കോപ്പേ, നടന്ന എന്താന്ന് പറഞ്ഞു തൊലക്കടാ. ഒന്നുമില്ല. ആ ഇന്ദു ഞങ്ങളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. എന്താ ചെയ്യണമെന്ന് അറിയില്ല. എടാ തലയ്ക്ക് സുഖമില്ലാത്തവന്മാരെ, ഇന്ദു ചേച്ചി എങ്ങനെയാ പ്രേതായെന്ന് നിങ്ങൾക്കറിയോ? എങ്ങനെയാ? നമ്മുടെ ഇന്ദു ചേച്ചി പ്രേതായത് എങ്ങനെയാന്ന് വെച്ചാ, എന്താണ് നീ പറഞ്ഞോണ്ടിരുന്നേ? അങ്ങനെ വിടങ്ങനെ വിട്ടേക്ക്. അങ്ങനെ എന്റെ ചേച്ചിനൊന്നും ചെയ്യല്ലേ. അയ്യോ അങ്ങനെ ദയവേത് എന്റെ ചേച്ചിനെ വിട്ടേരെ. എന്റെ ചേച്ചിക്ക് ഒന്നും അറിയില്ല. അവിടെ ചെല്ലുമ്പോ ഇന്ദു ഓടിക്കും, ഇവിടെ വരുമ്പോ ആണെങ്കിൽ ഇയാൾ ഓടിക്കും. എന്താ ഛർദിക്കുന്നുണ്ടാടാ? ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ? എന്താളിയാ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ എന്താ പരിപാടി? വാസു, ആ രാമാനുജൻ ഞങ്ങളെ തല്ലിക്കൊല്ലാൻ നോക്കി, ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടതാ. അവനോട് എന്തിനാടാ പറയണേ? അവൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കലും നമ്മൾ പറഞ്ഞ് കേൾക്കത്തുമില്ല. ഞാൻ വിശ്വസിക്കാതിരിക്കണ എന്തിനാ? പിന്നെ ഈ നാട്ടിൽ എന്തൊക്കെയോ പന്തികളുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടിയല്ലേ ഇവിടെ 4 ദിവസം തങ്ങിയത്? മതിയടാ, നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടത്. എല്ലാവർക്കും ഒരുമിച്ച് നീ ഇന്ദുവിനെ വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ലടാ. എടാ, നിന്റെ അവസ്ഥ നിനക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ ഇന്ദുവിനെ വിട്ട് വരാൻ പറ്റില്ല. നിങ്ങൾ പോവാൻ നോക്ക്. വാസു, വാസു, എന്താ ഇത് ഇത്ര വലിയ സന്തോഷം? വാസു, ഈ സമയം ഇങ്ങനെ തന്നെ നിക്കണം. നിന്റെ കൂടെ ഉണ്ടായിരുന്ന കഴിഞ്ഞ കാലങ്ങളൊക്കെ തിരിച്ചു വരണം. ജീവിതം മുഴുവൻ നമ്മളിങ്ങനെ ഒന്നിച്ചുണ്ടാവണം. എന്താ ഇത്? നല്ല സന്തോഷത്തിലാണല്ലോ. അതെ വാസു, ഇനി നമ്മളെ ആർക്കും പിരിക്കാൻ സാധിക്കില്ല. നമ്മുടെ നാട്ടിൽ സ്വാമി വന്നിട്ടുണ്ട്. നമ്മുടെ നാടിന് മോചനം കിട്ടാൻ പോകുക. സ്വാമി കാണുന്ന നമ്മുടെ നാട്ടിൽ വന്നാലും ഓടുന്നത് എന്തോ സംഭവിച്ചിട്ടുണ്ടോ? വേഗം വരൂന്നേ. അഗ്രഹാരത്തെ പേടിപ്പിച്ച് ഉറപ്പിക്കുന്ന തളയ്ക്കാനായിട്ട് കാശിന്ന് അഘോരി സ്വാമി വന്നിട്ടുണ്ട്. സ്വാമിയെ കാണണം. ഓം മഹാരുദ്രായ മഹാശിവായ മഹാദേവായ നമോ നമഃ. ഓം ശൂലഹസ്തായ വിദ്മഹേ മഹാദേവായ വിദ്മഹി ധന്നോ ഈശ പ്രചോദയാത്. ഓം സദാശിവായ വിദ്മഹേ ജഡാധരായ ധീമഹി ധന്നോ രുദ്ര പ്രചോദയാത്. ഓം നമഃശിവായ. ഓം ഭൂതനാഥായ. എന്തിനാ നീ എന്നെ ഇങ്ങോട്ട് വരുത്തിയേ? നിന്നെ ഈ നാട്ടിന് തുരത്താൻ വേണ്ടിയാ. എടാ രാമാനുജം, ഇന്ദു ഞങ്ങളുടെ വാസുവിനെ പ്രേതാക്കിട്ട് എന്തിനെങ്കിലും ശല്യം ചെയ്യുന്നേ? എന്റെ ഭർത്താവിനെ പ്രേതമാക്കി ഞാൻ കഷ്ടപ്പെടുത്തുന്നോ? എന്താ ഇങ്ങനെ പറയുന്ന? അഭിനയം വേണ്ട. നിന്നെ ഊരി വിലക്കിയതിന്റെ പേരിൽ പ്രതികാരം ചെയ്യാണല്ലേ? എടാ രാമാനുജം,
ഞങ്ങളുടെ വാസുവിനെ ഇവിടുന്ന് കൊണ്ടുവന്ന് നോക്കുമ്പോ നീ എന്തിനാണ് തടസ്സം നിൽക്കുന്നത്? വാസുവിന് എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. അതുകൊണ്ടാ വാസുവിനെ എന്നിൽ നിന്നും അകറ്റി കളയുമെന്ന് പേടിച്ചിട്ടാ ഞാൻ നിങ്ങളെ എല്ലാവരെയും പേടിപ്പിച്ചത്. എന്നോട് ക്ഷമിക്കണം. ഏയ്, ഒന്നടങ്ങടി. നീ വീട്ടിൽ വന്ന് അലറി വിളിച്ച് ഞങ്ങളെ പേടിപ്പിച്ചില്ലേ? എടാ, അതെന്റെ ആത്മാവിന്റെ ശബ്ദം. നിന്റെയൊക്കെ ഉള്ളിലുള്ള ഭയം. എടി, എന്റെ ആൾക്കാരെ എന്തിനാണ് കൊന്നേ? ഞാൻ എന്തിനാടാ കൊല്ലുന്നേ? സ്വാമി, ഇതെല്ലാം ഇവളുടെ അഭിനയ. ആദ്യം ഇവളെ തളയ്ക്കാൻ നോക്ക്. ഓം ശിവോത്തമായ വിദ്മഹേ മഹോത്തമായ ധീമഹി തന്നോ ശിവ പ്രചോദയാത്. ഓം തന്മഹേഷായ വിദ്മഹേ വാഗ്ദത്തായ ധീമഹി തന്നോ ശിവ പ്രചോദയാത്. ഓം ഭൂതനാഥായ നമഃ. ഓം രുദ്രമൂർത്തായ നമഃ. ഓം ശൂലഹസ്തായ നമഃ. ഓം സദാശിവായ നമഃ. ഓം തത്പുരുഷായ വിദ്മഹേ. എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? എടാ വാസു, നീയും ആത്മാവായോ? സ്വാമി, അവളുടെ കൂടെ ഇവനെയും തളയ്ക്കാൻ നോക്ക്. രാമാനുജം സാർ, നിങ്ങൾ ഇന്ദുവിന് എന്ത് വേണേലും ചെയ്തോ, പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ടിന് മാത്രം വിട്ടേക്ക്. അവനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം സാർ. ഇത് ഞങ്ങളുടെ അപേക്ഷയാണ് സാർ. വിവരമില്ലാത്ത അവനോട് എന്തിനാ യാചിക്കാൻ നിൽക്കണേ? ഇന്ദുവിന് എന്താ സംഭവിച്ചെന്ന് അറിയട്ടെ നിങ്ങൾക്ക്. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. നീ ഒന്ന് നിർത്തടാ. ഞാൻ പറയുന്നത് കേൾക്കാൻ. ഞങ്ങളെല്ലാരും ചേർന്ന് നാട്ടിലേക്ക് വന്നപ്പോ അയ്യോ എന്തു പറ്റുമോ? നീ എന്തിനാ കരയണേ? ഏട്ടത്തിയുടെ വീട്ടിലോട്ട് പോകണ്ടേ ചേട്ടാ? ഏട്ടത്തിയെ രാമാനുജത്തിന്റെ ആൾക്കാര് കൊന്നു ചേട്ടാ. ഏട്ടാ നിൽക്കേട്ടാ, ഏട്ടാ നിൽക്ക്. ഏട്ടാ വേണ്ടേട്ടാ, ഒരു മിനിറ്റ് ഞാൻ പറയുന്നൊന്ന് കേക്കേട്ടാ. ഞാനൊരു ആത്മാവായി മാറി. എല്ലാവരും ചേർന്ന് എന്നെ കൊന്നുകളഞ്ഞു. നിന്റെ ഏട്ടനിൽ നിന്ന് എന്നെ പിരിക്കാൻ വേണ്ടിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഈ കാര്യം നീ ഒരിക്കലും നിന്റെ ചേട്ടനോട് പറയരുത്. എന്നെ എന്നും ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന നിന്റെ ചേട്ടൻ അവരെന്നെ കൊന്നുകളഞ്ഞു എന്നറിഞ്ഞ പിന്നെ ഒരുത്തനെ വെറുതെ വിടില്ല. അദ്ദേഹം ഒരു കൊലപാതകയാവും. ഏട്ടത്തി ഇപ്പോ എന്ത് ചെയ്യാൻ പോവാ? ഒരാത്മാവായി ഇങ്ങനെ എത്ര കാലം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഉള്ളിടത്തോളം കാലം ഞാനും ഇവിടെ ഉണ്ടാവും മോളെ. ഏട്ടനെ കാത്തിരിക്കുന്ന ഏട്ടത്തിയുടെ അടുത്തേക്ക് ചെല്ലി ഏട്ടാ. ഞാൻ പോവാൻ മോളെ. ചേട്ടാ, ആത്മാവിനും മനുഷ്യനും ഒന്നായിരിക്കാൻ കഴിയോ? ഒന്നാവാൻ സാധിക്കില്ല. ആത്മാവ് ആത്മാവിനോടെ ചേരും, മനുഷ്യൻ മനുഷ്യനോടെ ചേരുള്ളൂ. എനിക്ക് വേണ്ടി കാത്തിരുന്ന എൻ്റെ ഇന്ദുവിന് വേണ്ടി ഞാൻ എന്താ ചെയ്തെന്നറിയൂ? നീ എന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്ത. നീയാണ് എൻ്റെ ലോകം, നീയാണ് എൻ്റെ ലോകം.
നീയാണ് എൻ്റെ ലോകം. ഞാനിപ്പോ ആത്മാവായി. എന്റെ എന്തോ വിഷമിക്കരുതെന്ന് കരുതി കാട്ടിൽ വെച്ച് മരിച്ചെന്ന് ഞാൻ അവളോട് നുണ പറഞ്ഞു. സ്വാമി, പെട്ടെന്ന് അവർ രണ്ടിനും തളയ്ക്കാൻ നോക്ക്. ഓം നമഃ ശിവായ. ഹരഹര മഹാദേവ. ഓം ശിവോത്തമായ വിദ്മഹേ മഹോത്തമായ വിദ്മഹേ ധന്നോ പ്രചോദയാത്. ഓം തന്മഹേശായ വിദ്മഹേ വാക്പിത്തായ ധീമഹി ധന്നോ മരിച്ചാണെങ്കിലും നിങ്ങളെ വെറുതെ വിടുന്ന കരുതി ഇങ്ങനെ കൊന്നു കളഞ്ഞ എന്തിനാ ഇങ്ങനെ കൊന്നു കളഞ്ഞത്? നിന്റെ ആളുകളെ കൊന്നത് ഹിന്ദുവാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്. അല്ലടാ, ഓരോരുത്തരെയും ഓരോ രീതിയിൽ കൊന്നു കളഞ്ഞത് ഞാനാണ്. എന്തിനാടാ കൊന്നേ? ഹിന്ദുവിനെ എന്തിനാടാ കൊന്നേ? ചോദിച്ചത് കേട്ടില്ലടാ, പറടാ. പറയാൻ എന്തിനാ കൊന്നേന്ന്? അവൻ എങ്ങനെയാ നീ പറയാ? ഏക്കർ കണക്കിന് നിലം വാങ്ങിയിട്ട് കൊന്നതാവൻ. ഇന്ദു ചേച്ചി ഗർഭിണിയായിരുന്നപ്പോ വീട്ടിൽ കാണാൻ ചെന്നു. ഏയ് അസ്കര ബസ്ക, എപ്പോഴാ വരുന്നേ? ഒന്ന് വേഗം വാ. നിന്നോട് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അയ്യോ അയ്യോ അയ്യോ, ഇന്ദു ചേച്ചി, ഇന്ദു ചേച്ചി, ചേച്ചി എണീക്ക്, എനിക്ക് ചേച്ചി, എനിക്ക് ഇന്ദു ചേച്ചി. അങ്ങനെ അങ്ങനെ അങ്ങനെ, അയ്യോ പാവം, അങ്ങനെ വീട്ടേക്ക്, അങ്ങനെ മരിച്ചു, ഒന്നും ചെയ്യില്ലേ, അങ്ങനെ അങ്ങനെ. ആദിവാസി പെണ്ണിന്റെ വയറ്റിൽ എന്റെ തലമുറ വളരുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാ ഞാൻ കൊന്നേ. നമ്മുടെ തലമുറയ്ക്ക് അവളുടെ ഉദരത്തിൽ ജീവൻ നൽകിയത് ഞാനാ. അപ്പൊ എന്തുകൊണ്ട് എന്നെ കൊന്നില്ല? നിങ്ങളുടെ സ്വാർത്ഥതയാ, സ്വാർത്ഥത.
നിങ്ങളുടെയൊക്കെ സ്വഭാവം അറിഞ്ഞിട്ട് ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നപ്പോ ഒരു പാവം പെണ്ണിന്റെ ജീവൻ നഷ്ടപ്പെടാൻ ഞാൻ കാരണമായി. അവൾ എങ്ങനെയാടാ പാവമാകുന്നത്? ശബ്ദിക്കരുത്. നിന്നേണ്ടല്ലോ എന്നെ കൊണ്ട് നിങ്ങളെ കൊല്ലാൻ സാധിക്കും. വാസു 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 അങ്ങേര് നിന്റെ അച്ഛനായോണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. അവൻ ചെയ്തില്ലെങ്കിൽ എന്താ, നമ്മളില്ലേ ഇവിടെ ഇത് ചെയ്യാൻ. അതെ, എന്താ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത്? ജാതി ജാതി എന്ന് പറഞ്ഞ ഒരു ഗർഭിണിയെ കൊന്നു കളഞ്ഞു അവൻ. ഇവനെ വെറുതെ വിടാൻ പോവാ. അടിച്ച് കൊല്ലാ. അടിക്ക്. ഈ ജാതി വരെ പിടിച്ച ഒരു അതെ, അഞ്ച് അതെ. പിടിക്കവനെ. വിടല്ലേ? അവനെ കൊന്നേ തീരൂ. പിടിക്കവനെ. അവനെ അടിച്ച് കൊല്ലണം. ഞങ്ങളോട് ക്ഷമിക്കും മോനെ. നിന്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല. നാട്ടുകാര് പേടിച്ച് നിങ്ങളെ തെറ്റിദ്ധരിച്ചതാ. അതെ ഏട്ടാ, ഏട്ടനെ കണ്ടാൽ ഇവിടെ ആരും ഇനി പേടിക്കില്ല. വേണ്ടമ്മേ, ദൈവം ഞങ്ങൾ ഒരുപാട് കാലം ഇങ്ങനെ കഷ്ടപ്പെടുത്തില്ല. അത്രയും കാലം ഞങ്ങൾ ആത്മാവായിട്ട് തന്നെ ജീവിച്ചോളാം. എത്രയോ പ്രണയകഥകൾ കണ്ടിട്ടുണ്ടാകും, എത്രയോ കമിതാക്കളെയും കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇങ്ങനെയൊരു പ്രണയകഥ കണ്ടതിന് ശേഷം അത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഞങ്ങളുടെ ഈ പ്രണയ സൃഷ്ടി.